നേരെ ഇത് കത്തിക്കത്തുള്ളൂ. അകത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ടല്ലേ? അടിപൊളി ചിരട്ട. ഗുരുദേവനല്ലേ ഇപ്പൊ ഉണ്ടാക്കിയ ഗുരുദേവനല്ലേ? ശേഷം ഇത് കാരണമാണ് മറ്റവർ വന്നത്. നല്ല രസമുണ്ട്. എത്ര ദിവസം എടുത്തു? ഇത് ശരിക്കും 2 ആഴ്ച കൊണ്ട്. 2 ആഴ്ച എടുത്തില്ലേ? 2 ആഴ്ച എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് തീരുന്നതല്ല. മറ്റേ ഊണ് ഉറക്കമില്ലാതെ ചെയ്താ വർക്ക. നമ്മുടെ ഈ ശാന്തിയായിട്ട് പുള്ളി എന്നോട് പറഞ്ഞ് ഒരു ഇത് ചെയ്യാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റിയത്. ഞാൻ പുള്ളിയോട് പറഞ്ഞു അന്നേരം സന്തോഷ് ചേട്ടനെ കൊണ്ട് പറ്റും ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, നമുക്ക് വേണം സിനിമാ നടനെ വേണം ഞാൻ മുഖം ഉണ്ടാക്കാം. മമ്മൂട്ടിനെ ഉണ്ടാക്കി മമ്മൂട്ടിനെ ഉണ്ടാക്കിയിട്ട് ഇത് ശരിയായില്ലെങ്കിൽ എനിക്ക് വേണേൽ പറയാം ഞാൻ ആ പൊന്തമ്മാടയിലാണ് ഉണ്ടാക്കിയത് എന്ന് വേണേൽ പറഞ്ഞു. അവര് ഓരോ മുഖം മേക്കപ്പിൽ വരും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലൊരു ഇതുണ്ട്. ആ സാധനം ആ മുഖം വന്നാലല്ലേ ഉള്ളൂ. ഇത് എല്ലാവരും അത് കാരണമാണ്. ഞാൻ ആ ചൊവ്വാഴ്ച എനിക്ക് ആ വീഡിയോ ഇട്ട് അന്ന് ചൊവ്വാഴ്ച ഫുള്ള് എനിക്ക് കോളായിരുന്നു. കോള് പിന്നെ മെസ്സേജിന് മറുപടി അങ്ങോട്ട് എന്തായാലും ഇട്ടില്ലെങ്കിൽ അതുകൊണ്ട് അവന് ചാടയാന്ന് പറയും. എന്നാണേലും നമ്മളെ ഒരു സാധനം ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ ഒരു പൂർണ്ണതയിൽ വരുന്നുണ്ട്. എനിക്കതൊരു എന്നാണോ മെക്കാലം മേള എന്നാണെന്ന് പറഞ്ഞാലും വരുന്നുണ്ട്. അതുണ്ടാക്കിയത് ചുമ്മാ ഒന്നും ഉണ്ടാക്കിയതാ. പക്ഷെ വന്നുകൊണ്ട് വന്നപ്പോഴത്തേനും എനിക്കത് ഇതുണ്ടല്ലോ പുതിയ ഐറ്റങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലേ? ഉണ്ട്. എന്നാലും ഞാൻ ചിരട്ടപ്പുട്ട് ഇട്ടിട്ടുള്ള പരിപാടിയില്ല. ചിരട്ടപ്പുട്ട് അത്യാവശ്യം പോകുന്നുണ്ട്. 1 2 എണ്ണം സ്റ്റോക്ക് ഒരെണ്ണയിൽ എപ്പോഴേലും അവിടെ ഇരിക്കുന്നു. വീഡിയോക്ക് ശേഷം ചിരട്ടപ്പുട്ട് പോകുന്നു. ഉണ്ട്. അടുത്ത ഉണ്ടാക്കാനായിട്ട് ഇട്ടേക്കുന്നു. അത് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള പുതിയ പരിപാടിയുള്ളു. ചിരട്ടപ്പുട്ട് അല്ല, നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കി ഇട്ട് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ഇതുണ്ട്. അപ്പം അത് വിട്ടിട്ടുള്ള കളിയില്ല. പിന്നെ വലിയ സാധനം ഉണ്ടാക്കിയാലും ഇത് ഒറ്റ ചിരട്ടയിൽ ഉണ്ടാക്കിയ ജഗ്ഗാണ്. ഒറ്റ ചിരട്ട വലിയ ചിരട്ട കിട്ടിയപ്പോഴത്തേന് നമ്മളൊരു ജഗ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത് ഉണ്ടാക്കി വെച്ചു. ഇത് ആദ്യത്തെ ഇതാണ്. നല്ല ഷൈനിങ് ഉണ്ട്. മിനിഞ്ഞാന്ന് ഫിനിഷ് ചെയ്തതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് ഞാനങ്ങ് മേടിച്ചിരിക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കിയ സാധനം കണ്ടുകൊണ്ട് ഒറ്റ ഇത് തന്നെയാണ്. പശയോ ഇതൊന്നുമില്ല. നമുക്ക് ഉറപ്പായിട്ടും ഞാൻ മേടിക്കുക. അപ്പൊ ആദ്യം കാണിച്ചത് തന്നെ വാങ്ങുകയാണ്. ഓക്കെ, അത് ഞാൻ മേടിച്ചിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്നും കൗതുകത്തിന് ചെയ്തു തുടങ്ങിയതാണ് ചിരട്ട കൊണ്ടുള്ള കൗതുകപരമായ വസ്തുക്കൾ. അപ്പം അത് നമ്മൾ അറിഞ്ഞിട്ട് കോട്ടയത്തുള്ള സന്തോഷിന്റെ വീട്ടിലേക്ക് നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം കുറേയധികം നമ്മുടെ പ്രേക്ഷകർ അദ്ദേഹത്തിൽ നിന്നും ഈ കൗതുകപരമായ ചിരട്ട കൊണ്ടുള്ള വസ്തുക്കൾ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്നൊരു ജീവിത മാർഗമാണ്. അപ്പോൾ കലാകാരന്മാരെ നമ്മൾ അംഗീകരിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അവർക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ സന്തോഷേട്ടൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചിരട്ട കൊണ്ട് നിർമ്മിച്ച ഒരു ജഗ് നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പറയാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മളൊരു പുട്ടുണ്ടാക്കി കഴിക്കുന്നതൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിനുശേഷം ചിരട്ടപ്പുട്ടൊക്കെ അദ്ദേഹത്തിന് ഓർഡർ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വെള്ളം കുടിക്കാൻ വേണ്ടി ചിരട്ട കൊണ്ട് നിർമ്മിച്ച ജഗ്ഗാണ്. അപ്പോൾ ഈ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, ഈ ചിരട്ട കൊണ്ട് ഇട്ട വെള്ളമൊക്കെ കുടിക്കുന്നത്. അപ്പം നമ്മളിത് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എടുത്തു പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജഗ്ഗും അതേപോലെ പുട്ടുകുറ്റിയും ഒക്കെ ഇദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ട കലാകാരനെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങിച്ച് സഹകരിക്കുക. അല്ലാത്തവർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയാണെങ്കിൽ ആവശ്യക്കാരിലേക്ക് എത്തും. ഈ പാവപ്പെട്ട കലാകാരന് വലിയൊരു സപ്പോർട്ടാകും. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടോ, ഉള്ളു കണ്ടോ, ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. ഇത് ഒറ്റ ചിരട്ട കൊണ്ടാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ജഗ്ഗാണ്. നമുക്കിത് വെള്ളം ഒഴിച്ചു വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, കണ്ടോ. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുമ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.